ഹലോ സ്റ്റുഡൻസ്, അപ്പോൾ കഴിഞ്ഞ ചാപ്റ്റർ നമ്മൾ വെലോസിറ്റി ആൻഡ് ആക്സിലറേഷൻ എന്നുള്ളൊരു ചാപ്റ്റർ പഠിച്ചു. അതിൽ ലാസ്റ്റ് ടോപ്പിക്ക് പ്രൊജക്ടൈൽ ഓഫ് മോഷൻ എന്ന് പറഞ്ഞിട്ടൊരു ടോപ്പിക് ഉണ്ടായിരുന്നു. അത് വലിയ അത്യാവശ്യമില്ലാത്തതുകൊണ്ട് ഞാനത് സ്കിപ്പ് ചെയ്തേക്കാണ്. അപ്പോൾ അത് നിങ്ങൾ ആവശ്യമുള്ളവർ മാത്രം നോക്കിയാൽ മതി, വലിയ ഇമ്പോർട്ടൻ്റ് ഒന്നും അല്ല കേട്ടോ. അപ്പോൾ അടുത്ത ചാപ്റ്ററിലേക്ക് പോവാം. ദ ടാൻജൻഷ്യൽ ആൻഡ് നോർമൽ കമ്പോണൻസ് ഓഫ് ആക്സിലറേഷൻ. ഇത് ചോദിക്കാറുണ്ട്, അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇത് നോക്കാം. Definition നോക്കാം. If r dash of t not equal to 0, that is the vector r dash of t is called tangent vector of the curve C at the point P corresponding to the parameter t and corresponding to the unit vector u of t equal to r dash of t by mod r dash of t is called unit tangent vector to the curve C at the point P. അപ്പോൾ രണ്ട് ഡെഫിനേഷനാണ് ഇവിടെ പറയുന്നത്. ഒന്ന് ടാൻജന്റ് വെക്ടറിന്റെ ഡെഫിനേഷനും ഒന്ന് യൂണിറ്റ് ടാൻജന്റ് വെക്ടറിന്റെ ഡെഫിനേഷനും. രണ്ടും നമ്മൾ മുമ്പ് കണ്ടിട്ടുള്ളത് തന്നെയാണ്. ആർ ഡാഷ് ഓഫ് ടീനെയാണ് നമ്മൾ ടാൻജന്റ് വെക്ടർ എന്ന് പറയുക. അതുപോലെ അതിന്റെ മോഡുലസ് കൊണ്ട് അതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് യൂണിറ്റ് ടാൻജന്റ് വെക്ടർ. ഓക്കെ, യൂണിറ്റ് ടാൻജന്റ് വെക്ടറിനെ നമ്മൾ യൂഷ്വലി ക്യാപിറ്റൽ ടി ഓഫ് ടി കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുക. ഇതാണ് വാല്യൂ വരുന്നത്. ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് എടുത്താൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് ആർ ഡാഷ് ഓഫ് ടി ബൈ മോഡ് ആർ ഡാഷ് ഓഫ് ടി വരും. ദാറ്റ് ഈസ് 1 എന്നാണ് വരിക. കാരണം മോഡുലസ് വാല്യൂ ഓഫ് ആർ ഡാഷ് ഓഫ് ടി മുകളിൽ വരും. മോഡുലസ് ഓഫ് മോഡുലസ് അത് തന്നെയാണ്. അപ്പോൾ അത് രണ്ടും കൂടെ ക്യാൻസൽ ചെയ്ത് പോയിട്ട് 1 കിട്ടും. ദ വെക്ടർ ടി ഡാഷ് ഓഫ് ടി ഈക്വൽ ടു ഡി ടി ബൈ ഡി ടി. ഇതിന്റെ ഡെറിവേറ്റീവ്, യൂണിറ്റ് ടാൻജന്റ് വെക്ടറിന്റെ ഡെറിവേറ്റീവ്, അതായത് ടി ഡാഷ് ഓഫ് ടി എടുത്താൽ അത് ഓർത്തോഗണൽ ടു ടി ഓഫ് ടി ആയിരിക്കും. If r dash is also smooth, we can normalize t dash of t to obtain a unit vector that is orthogonal to t of t. t of t യോട് ഓർത്തോഗണൽ ആയിട്ടുള്ള ഒരു നോർമൽ വെക്ടർ n of t, that is t dash of t by mod t dash of t. ഇത് t of t യോട് ഓർത്തോഗണൽ ആയിട്ടുള്ള ഒരു നോർമൽ വെക്ടർ ആയിരിക്കും. is called the principal unit normal vector. അപ്പോൾ n of t equal to t dash of t by mod t dash of t ആണ് പ്രിൻസിപ്പൽ യൂണിറ്റ് നോർമൽ വെക്ടർ. ഓക്കെ, അപ്പൊ അടുത്തത് ക്വസ്റ്റ്യൻ ഇതാണ്. ഫൈൻഡ് ടി ഓഫ് ടി ആൻഡ് എൻ ഓഫ് ടി ഓഫ് ദ സർക്കുലാർ മോഷൻ ആർ ഓഫ് ടി ഈക്വൽ ടു cos 2t ഇൻറ്റു ഐ പ്ലസ് സൈൻ 2t ഇൻറ്റു ജെ. അപ്പോൾ ആർ ഡാഷ് ഓഫ് ടി ഫൈൻഡ് ചെയ്യുക, മോഡ് ആർ ഡാഷ് ഓഫ് ടി ഫൈൻഡ് ചെയ്യുക. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം. ടി ഓഫ് ടിയുടെ വാല്യൂ എഴുതുക, ഫോർമുല എഴുതുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദെൻ ടി ഡാഷ് ഓഫ് ടി, ദാറ്റ് ഈസ് ഡി ടി ബൈ ഡി ടി ഫൈൻഡ് ചെയ്യുക. മോഡ് ടി ഡാഷ് ഓഫ് ടി ഫൈൻഡ് ചെയ്യുക. എൻ ഓഫ് ടി ഫൈൻഡ് ചെയ്യുക. മനസ്സിലായല്ലോ. അടുത്തത് ടാൻജൻഷ്യൽ ആൻഡ് നോർമൽ കമ്പോണൻസ് ഓഫ് ആക്സിലറേഷൻ ആണ്. ഞാൻ ഫോർമുല മാത്രം പറഞ്ഞുതരാം. ആക്സിലറേഷന് നമുക്ക് എ ടി ടി പ്ലസ് എ എൻ ടി ഇത് എഴുതാൻ പറ്റും. ഈ എ ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടാൻജൻഷ്യൽ ആക്സിലറേഷൻ ആണ്. ഈ എ എൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോർമൽ ആക്സിലറേഷൻ ആണ്. പിന്നെ ക്യാപിറ്റൽ ടിയും ക്യാപിറ്റൽ എന്നും എന്താണെന്നുള്ളത് ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. ക്യാപിറ്റൽ ടി യൂണിറ്റ് ടാൻജന്റ് വെക്ടറും ക്യാപിറ്റൽ എൻ യൂണിറ്റ് നോർമൽ ടാൻജന്റ് വെക്ടറുമാണ്, യൂണിറ്റ് നോർമൽ വെക്ടറുമാണ്. ഓക്കെ, എ ടി എന്ന് പറഞ്ഞാൽ ഡി സ്ക്വയർ എസ് ബൈ ഡി ടി സ്ക്വയർ ആണ്. എ ടാൻ ടാൻജൻഷ്യൽ കമ്പോണന്റ് ഓഫ് ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ ഡി സ്ക്വയർ എസ് ബൈ ഡി ടി സ്ക്വയർ ആണ്. എ എൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കെ ഇൻറ്റു ഡി എസ് ബൈ ഡി ടി ദ ഹോൾ സ്ക്വയർ ആണ്. അതിൻ്റെ പ്രോപ്പർട്ടീസ് ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. എന്തൊക്കെയാണെന്നാണ് എഴുതിയിരിക്കുന്നത്. ദെൻ എസ്സിൽ നമുക്ക് പ്രോബ്ലം ചെയ്യാനായിട്ട് എളുപ്പമല്ല. അപ്പം നമുക്ക് എ ടിക്കും എ ടാനും വേറൊരു ഫോർമുല വരുന്നുണ്ട്. അതൊരു തിയർ ആയിട്ടാണ് പറയുന്നത്. നിങ്ങൾ ഈ തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് മാത്രം പഠിച്ചാൽ മതി, പ്രൂഫ് ഒന്നും പഠിക്കേണ്ട. ഓക്കെ, ഇത് പ്രോബ്ലം ചെയ്യാനായിട്ട്, കാരണം ഡി സ്ക്വയർ എസ് ബൈ ഡി ടി സ്ക്വയറും കെ ഇൻറ്റു ഡി എസ് ബൈ ഡി ടി ഹോൾ സ്ക്വയറും കണ്ടുപിടിക്കൽ നമുക്ക് എളുപ്പമല്ല. അപ്പോൾ അതിന് പകരം നമുക്ക് അറിയാവുന്നത് വെച്ചിട്ടുള്ള ഫോർമുലയാണ് ഇവിടെ നമുക്ക് വരുന്നത്. തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് മാത്രം പഠിക്കാം. നമുക്ക് ഓരോന്നും എന്താണെന്ന് നോക്കാം. If a particle moves along a smooth curve C in 2 space or 3 space, then at each point of the curve, the velocity v and the acceleration a are related to at, an and k by the following formulas. at കണ്ടുപിടിക്കാനായിട്ട്, അതായത് ടാൻജൻഷ്യൽ കമ്പോണന്റ് ഓഫ് ആക്സിലറേഷൻ കണ്ടുപിടിക്കാനായിട്ട് v ഡോട്ട് a ബൈ
മാഗ്നിറ്റ്യൂഡ് ഓഫ് വി. മാഗ്നിറ്റ്യൂഡ് ആണിട്ടത് 2 വരെയാണ് എല്ലാത്തിലും കാണുന്നത്. നിങ്ങൾ ഒരു വര വരച്ചാൽ മതി, തെറ്റിദ്ധരിക്കരുത്. അതുപോലെ എ എൻ കണ്ടുപിടിക്കാനായിട്ട് മാഗ്നിറ്റ്യൂഡ് ഓഫ് വി ക്രോസ് എ ഡിവൈഡഡ് ബൈ വി ചെയ്താൽ മതി. മാഗ്നിറ്റ്യൂഡ് ഓഫ് വി ചെയ്താൽ മതി. ഓക്കെ. അപ്പോൾ അതിൻ്റെ പ്രൂഫൊക്കെ ഇവിടെ എടുക്കുന്നുണ്ട്. പ്രൂഫ് നിങ്ങൾ നോക്കണ്ട, പ്രോബ്ലം നോക്കിയാൽ മതി. Suppose that a particle moves through 3 space so that its position vector is given by this. Find the scalar, tangential and normal components of acceleration at t equal to pi by 2. The vector, tangential and normal components of acceleration at t equal to pi by 2. അപ്പോൾ ഇവിടെ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട് എന്താണ് സ്കെയിലാർ കമ്പോണൻറ്റ്, എന്താണ് വെക്റ്റർ കമ്പോണൻറ്റ് എന്നുള്ളത്. ഇവിടെ ഒന്നും കൂടെ വായിച്ചിട്ട് പോണേ. എ ടി ആണ് ടാൻജൻഷ്യൽ സ്കെയിലാർ കമ്പോണൻ്റ് എന്ന് പറയുന്നത്. എ എൻ എ ആണ് നോർമൽ സ്കെയിലാർ കമ്പോണൻ്റ് എന്ന് പറയുന്നത്. എ ടി ടി ആണ് ടാൻജൻഷ്യൽ വെക്റ്റർ കമ്പോണൻ്റ് എന്ന് പറയുന്നത്. എ എൻ എന്നിനെയാണ് നോർമൽ വെക്റ്റർ കമ്പോണൻ്റ് എന്ന് പറയുന്നത് ഓഫ് ആക്സലറേഷൻ. ഇതൊക്കെയാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് പ്രോബ്ലത്തിൽ. അപ്പം ആദ്യം വി ഓഫ് ടി കണ്ടുപിടിച്ചു, ദാറ്റ് ഈസ് ആർ ഡാഷ് ഓഫ് ടി. എ ഓഫ് ടി കണ്ടുപിടിച്ചു, ദാറ്റ് ഈസ് വി ഡാഷ് ഓഫ് ടി. മാഗ്നിറ്റ്യൂഡ് ഓഫ് വി ഓഫ് ടി എടുത്തു, അത് പൈ ബൈ 2 ഇവാലുവേറ്റ് ചെയ്തു. കാരണം ടി ഈക്വൽ ടു പൈ ബൈ 2 കൊടുക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വി ഓഫ് പൈ ബൈ 2 കണ്ടുപിടിച്ചു, എ ഓഫ് പൈ ബൈ 2 കണ്ടുപിടിച്ചു, മാഗ്നിറ്റ്യൂഡ് ഓഫ് വി ഓഫ് പൈ ബൈ 2 കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ 2√2 കിട്ടി. ഇനി വി ഓഫ് പൈ ബൈ 2 ഡോട്ട് എ ഓഫ് പൈ ബൈ 2 എടുത്തപ്പോൾ നമുക്ക് 0 കിട്ടി. നമുക്ക് 0 കിട്ടും. ഓക്കെ. ഇവിടെ ഐഡ കമ്പോണൻ്റ് ഇല്ല, ഇവിടെ ഐഡ കമ്പോണൻ്റ് ഉണ്ട്. ജെയും കെയും ഇവിടെ ആബ്സെൻ്റ് ആണ്. അപ്പോൾ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ 0 ആണ് കിട്ടുക. ഇനി ഇതിൻ്റെ ക്രോസ് പ്രോഡക്റ്റ് എടുത്തു. ഫോർമുലയിലേക്ക് വേണ്ടിയിട്ടാണ് ഓരോന്നും ചെയ്യുന്നത്. എ ടി പൈ ബൈ 2, അതായത് സ്കെയിലാർ കമ്പോണൻ്റ്, ടാൻജൻറ്റ് കമ്പോണൻ്റ് ഓഫ് ടാൻജൻഷ്യൽ സ്കെയിലാർ കമ്പോണൻ്റ് ഓഫ് ആക്സിലറേഷൻ. ഇതാണ് ഫോർമുല. വി ഡോട്ട് എ ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് വി എന്നല്ലേ. അപ്പോൾ അറ്റ് പൈ ബൈ 2 ആയതുകൊണ്ടാണ് ഈ അറ്റ് പൈ ബൈ 2 ഓരോന്നിലും കൊടുത്തേക്കണേ. അത് 0 കിട്ടും. ദെൻ നോർമൽ കമ്പോണൻ്റ് കണ്ടുപിടിച്ചു, സ്കെയിലാർ നോർമൽ കമ്പോണൻ്റ്. ഇതാണ് ഫോർമുല. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, 3 കിട്ടും. ഇനി നമുക്ക് കറസ്പോണ്ടിങ് വെക്റ്റർ കമ്പോണൻസ് കണ്ടുപിടിക്കണമെങ്കിൽ ഞാൻ കാൽക്കുലേഷൻ പറയാതെയാണ് കേട്ടോ, നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. അതുകൊണ്ടാണ് ഞാൻ കാൽക്കുലേഷൻ പറയാത്തത്. ടി ഓഫ് ടി ഈക്വൽ ടു വി ഓഫ് ടി ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് വി ഓഫ് ടി ആണ്. അത് ടി ഈക്വൽ ടു പൈ ബൈ 2 ഇതൊക്കെ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യേണ്ടത്. വി ഓഫ് പൈ ബൈ 2 ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് വി ഓഫ് പൈ ബൈ 2 ഇത് കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ ഇതാണ് കിട്ടുക. ഇനി എ ടി ഓഫ് പൈ ബൈ 2 ഇൻറ്റു ടി ഓഫ് പൈ ബൈ 2 ആണ് നമുക്ക് വെക്റ്റർ കമ്പോണൻറ്റ്, ടാൻജൻഷ്യൽ വെക്റ്റർ കമ്പോണൻറ്റ് വരുന്നത്. അപ്പോൾ 0 ഇൻറ്റു ദിസ് 0 കിട്ടും. ഇനി നമുക്ക് നോർമൽ കമ്പോണൻറ്റ് വേണം, എ എൻ എൻ. അപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ എ എൻ ഇൻറ്റു എൻ ആണ്. നമുക്ക് എൻ കണ്ടുപിടിച്ചിട്ട് എ എൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ഇപ്പോൾ ഓൾറെഡി നമ്മുടെ കയ്യിൽ ഈ ഒരു ഫോർമുല ഉണ്ടെങ്കിൽ, ഈ ഫോർമുല നമുക്ക് ഓർമ്മയുണ്ടെങ്കിൽ എൻ കണ്ടുപിടിക്കാൻ മറ്റു രീതിയിൽ ചെയ്യണമെങ്കിൽ എൻ കണ്ടുപിടിച്ചിട്ട് എ എൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതണം കേട്ടോ. എൻ കണ്ടുപിടിക്കാൻ അറിയാലോ, ആ രീതിയിൽ ചെയ്യണം. അതല്ലെങ്കിൽ ഇതായിരിക്കും കുറച്ചുകൂടി എളുപ്പം. കാൽക്കുലേഷൻ കുറച്ച് കുറഞ്ഞ് കിട്ടും. നമുക്കറിയാവുന്ന ഫോർമുല ഇതാണ്. ആക്സിലറേഷൻ ഈക്വൽ ടു എ ടി ടി പ്ലസ് എ എൻ എൻ എന്നുള്ളത് അറിയാം അല്ലേ. അപ്പോൾ ഇതിൽ എ ടി ടി നമ്മുടെ കയ്യിലുണ്ട്, എ നമ്മുടെ കയ്യിലുണ്ട്. എ എൻ എൻ കണ്ടുപിടിക്കാനായിട്ട് എ മൈനസ് എ ടി ടി ചെയ്താൽ മതി. എ മൈനസ് എ ടി ടി, എ നമ്മുടെ കയ്യിലുണ്ട്, എ അറ്റ് പൈ ബൈ 2 നമ്മുടെ കയ്യിലുണ്ട്, മൈനസ് എ ടി അറ്റ് പൈ ബൈ 2 ഇൻറ്റു ടി അറ്റ് പൈ ബൈ 2 അതും നമ്മുടെ കയ്യിലുണ്ട്. 0 ആണ് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ദിസ് ഈസ് -3 ആയി എന്ന് കിട്ടും. അതാവുമ്പോൾ എളുപ്പത്തിൽ കിട്ടും. മറ്റേതിലാകുമ്പോൾ നോർമൽ കണ്ടുപിടിക്കാൻ നിൽക്കേണ്ടി വരും, പിന്നെ എൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. കുറച്ചുകൂടെ എളുപ്പം ഇതാണ്. ഫോർമുല ഓർത്തിരുന്നാൽ മതി, ആ റിലേഷൻ. ഇവിടെയോ അതെ, അതുതന്നെ സെയിം പ്രോബ്ലം ഓരോന്നും കണ്ടുപിടിച്ചിട്ടുണ്ട്. നോക്കിയാൽ മതി നിങ്ങൾ കേട്ടോ. അടുത്തതൊരു ഡിഫറെൻറ്റ് ഫോർമുലയാണ്. എ ഫോർമുല ഫോർ ഡിറ്റർമിനിങ് എ എൻ. എ എൻ കണ്ടുപിടിക്കാനായിട്ട് വേറൊരു ഫോർമുല.
an equal to root of magnitude of a square minus at square. ഈ ഫോർമുല വെച്ചിട്ട് വേണമെങ്കിൽ an കണ്ടുപിടിക്കാം. ഏതാണോ എളുപ്പം ആ ഫോർമുല ഓർത്ത് വയ്ക്കുക. a ആക്സലറേഷൻ ആണ്, at ടാൻജൻഷ്യൽ കമ്പോണന്റ് ഓഫ് ആക്സലറേഷൻ ആണ്, സ്കെയിലാർ ടാൻജൻഷ്യൽ കമ്പോണന്റ് ഓഫ് ആക്സലറേഷൻ. Without finding t and then write the acceleration of the motion this in the form a equal to att plus ant എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടി എന്നും കണ്ടുപിടിക്കാതെ എന്ന് പറയുമ്പോൾ വി നമ്മുടെ കയ്യിലുണ്ട്, മാഗ്നിറ്റ്യൂഡ് ഓഫ് വി കണ്ടുപിടിക്കാം. എ ടി നമുക്ക് ഡി സ്ക്വയർ എസ് ബൈ ഡി ടി സ്ക്വയർ എന്നുള്ള ഫോർമുലയാണ്, എന്ന് വെച്ചാൽ അത് ഡി ബൈ ഡി ടി ഓഫ് മാഗ്നിറ്റ്യൂഡ് ഓഫ് വി ആണ്, ദാറ്റ് ഈസ് ഡി ബൈ ഡി ടി ഓഫ് ടി 1. അപ്പോൾ ഈ റിലേഷൻ ഒന്ന് ഓർത്തിരുന്നോളൂ കേട്ടോ, അത് നമുക്ക് അറിയാതിരുന്നൊരു റിലേഷനാണ്, ഇത് നമ്മളൊന്ന് ഓർത്തിരിക്കാം. പിന്നെ എ പറഞ്ഞാൽ ഡി വി ബൈ ഡി ടി ആണ്, അത് കണ്ടുപിടിക്കുക, ടി സ്ക്വയർ പ്ലസ് 1 കിട്ടും. ദെൻ ഇപ്പം നമ്മൾ എൻ്റെ ഒരു ഫോർമുല പറഞ്ഞിരുന്നു, അത് യൂസ് ചെയ്തിട്ട്, അതായത് മാഗ്നിറ്റ്യൂഡ് ഓഫ് എ സ്ക്വയർ മൈനസ് എ ടി സ്ക്വയർ ഉള്ള ഫോർമുല യൂസ് ചെയ്തിട്ട് ഇതിങ്ങനെ കണ്ടുപിടിക്കാം, എന്നിട്ട് ഇങ്ങനെ എക്സ്പ്രസ് ചെയ്യാം. ഫോർമുലയുടെ ഒരു അപ്ലിക്കേഷൻ പറഞ്ഞൊന്നും മാത്രം സാധാരണ അങ്ങനെ ടി യു എന്നും കണ്ടുപിടിക്കാതെ എന്നൊന്നും പറയാറില്ല, ജസ്റ്റ് ഒന്ന് നോക്കി വയ്ക്കുക. ആ മെയിൻ ഫോർമുല, ആദ്യം പറഞ്ഞ മെയിൻ ഫോർമുലയില്ല, അത് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിച്ചാൽ മതി. ഇവിടെ ആർ ഓഫ് ടി തന്നിട്ടുണ്ട്, സെയിം ക്വസ്റ്റ്യൻ നോക്കിപ്പോയാൽ മതി. എ ടി കണ്ടുപിടിക്കുന്നു, ഇതിൽ വി ഡോട്ട് എ എന്നുള്ളതിന് പകരം വി എ എന്നുള്ളത് കൊടുത്തിട്ടില്ല കേട്ടോ, നിങ്ങളിവിടെ വി എ എന്ന് കൊടുത്തിട്ട് ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ വി ആണ് ആർ ഡാഷ് ഓഫ് ടി, വി ഡാഷ് ആണ് ആർ ഡബിൾ, എ ആണ് ആർ ഡബിൾ ഡാഷ് ഓഫ് ടി. ആ ഒരു ഫോർമുല ഇങ്ങനെ മാറ്റി എഴുതിക്കണമെന്നുള്ളതിൽ വേറെ പ്രത്യേകതയൊന്നുമില്ല, സെയിം ഫോർമുല തന്നെ നൊട്ടേഷൻ മാറ്റി എഴുതിക്കണേന്നേ ഉള്ളൂ കേട്ടോ. ചെയ്യാട്ടോ, അതോ ഇമ്പോർട്ടൻ്റ് ആണ്. ടാൻജൻഷ്യൽ ആൻഡ് നോർമൽ കമ്പോണൻ്റ് എപ്പോഴും എക്സാമിന് ചോദിക്കാറുണ്ട്. മോഷൻ ഓഫ് പ്രൊജക്ടൈലിൻ്റെ ആണ്, എ ടി മേട്ടാനൊക്കെ കണ്ടുപിടിക്കാൻ തന്നെയാണ് ഫോർമുല, എ എന്നും എ ടിയും ഒക്കെ. അപ്പോൾ അതും അതൊന്ന് നോക്കി പോവുക, ഇത്രയാണ് നമുക്ക് വരുന്നത്. അപ്പോൾ അതിൽ ടാൻജൻഷ്യൽ കമ്പോണൻറ്റ് 2 വെക്ടറും ഉണ്ട്, സ്കെയിലാറും ഉണ്ട്. ടാൻജൻഷ്യൽ കമ്പോണൻറ്റ് അതെ, നോർമൽ കമ്പോണൻറ്റും അതെ, സ്കെയിലാറുണ്ട്, വെക്ടറുണ്ട്. ഏതാ ചോദിച്ചിരിക്കുന്നതിനനുസരിച്ച് ഫോർമുല നോക്കിയിട്ട് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. എപ്പോഴും ചോദിക്കാറുണ്ട് ഈ ക്വസ്റ്റ്യൻ, അപ്പോൾ അത് നന്നായിട്ട് പഠിക്കുക. ഇത്രയാണ് നമുക്ക് പറയാനുള്ളത്.